ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ നിർത്തലാക്കിയത് മലയാളികൾക്ക് ഓണക്കാലത്ത് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ദക്ഷിണ റെയിൽവേക്ക് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ചപ്പോൾ പരിഗണിച്ചതാകട്ടെ ചെന്നൈ സെൻട്രൽ, നാഗർകോവിൽ, മധുര, ബംഗളൂരു എന്നിവയാണ്. കേരളത്തിലേക്ക് ഈ 2 ട്രെയിനുകളും ഓടുന്നില്ലെങ്കിലും മലയാളികൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് വളരെ നേട്ടമാകുന്ന തരത്തിലാണ് ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് സർവീസ്. സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 14 മണിക്കൂർ സമയം ആവശ്യമായി വരും. ഏറ്റവും കൂടിയത് 17 മണിക്കൂർ വരെ സമയമെടുക്കും. ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് സർവീസിലൂടെ 5 മുതൽ 8 മണിക്കൂർ വരെ ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള യാത്ര ലാഭിക്കാൻ കഴിയുമെന്നതാണ് ചെന്നൈ മലയാളികളായ തെക്കൻ ജില്ലക്കാർക്ക് കഴിയും. നാഗർകോവിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്ന വന്ദേ ഭാരത് ട്രെയിൻ അന്നേ ദിവസം രാത്രി 11 മണിക്ക് ചെന്നൈയിലെത്തും. 8 മണിക്കൂറും 40 മിനിറ്റുമാണ് യാത്രാസമയം. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 12:05 പുറപ്പെടുന്ന ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് 1:50 കന്യാകുമാരിയിലെത്തും. അതായത് 1 മണിക്കൂർ 45 മിനിറ്റും. അരമണിക്കൂർ കാത്തിരിക്കുമ്പോൾ വന്ദേ ഭാരത് പുറപ്പെടും. ഈ 2 ട്രെയിനുകളിലായി യാത്ര ക്രമീകരിച്ചാൽ ആകെ മൊത്തം യാത്രയ്ക്കായി വേണ്ടിവരുന്നത് 10 മണിക്കൂറും 25 മിനിറ്റും. സാധാരണഗതിയിലുള്ള 14-17 മണിക്കൂർ യാത്രയിൽ നിന്ന് 4 മുതൽ 7 മണിക്കൂർ വരെ ഇത്തരത്തിൽ ലാഭിക്കാനാണ് കഴിയും എന്നതാണ് ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് കൊണ്ട് തിരുവനന്തപുരം സ്വദേശിക്കുണ്ടാകുന്നത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴിയുള്ള യാത്ര ബസ്സിലാണെങ്കിൽ പോലും 14-17 മണിക്കൂർ വരെയുള്ള യാത്രാ സമയത്തിൽ ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂറെങ്കിലും ലാഭിക്കാൻ കഴിയും. റവന്യൂ വകുപ്പിൽ നിന്ന് ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷകൻ ഇനി നിർബന്ധമായും സത്യവാങ്മൂലവും നൽകണം. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ ഇനി സത്യവാങ്മൂലവും അപ്ലോഡ് ചെയ്യണം. സത്യവാങ്മൂലം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ റദ്ദാക്കും. ഇക്കാര്യങ്ങളെക്കുറിച്ചും ഇതു സംബന്ധിച്ച നിയമ നടപടികളെക്കുറിച്ചും അറിവും ബോധ്യവും ഉണ്ടെന്നും ഈ സംഭവത്തിൽ സർക്കാരിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അപേക്ഷകനിൽ നിന്ന് ഈടാക്കുമെന്നും മനസ്സിലാക്കുന്നുവെന്നും രേഖപ്പെടുത്തുന്ന സത്യവാങ്മൂലം അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തണം. കൃത്യമായ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ കഴിയുന്നത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമാണെന്നും സർക്കാർ ഇതര മേഖലയിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ വരുമാനം ബോധ്യപ്പെടുത്താതെയാണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 8 റെക്കോർഡ് കല്യാണം. ഇതുവരെ ബുക്ക് ചെയ്തത് 330 വിവാഹങ്ങളാണ്. 227 എന്ന ഇതുവരെയുള്ള റെക്കോർഡിനെയാണ് ഇത് മറികടക്കുക. അതേസമയം സെപ്റ്റംബർ 7 ഉച്ചയ്ക്ക് 12 വരെ നേരിട്ട് ബുക്കിംഗ് ഉള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം ഇനിയും കൂടിയേക്കുമെന്നാണ് കരുതുന്നത്. മലയാള മാസം ചിങ്ങം 23 ഞായറാഴ്ചയാണ് റെക്കോർഡ് ബുക്കിംഗ്. ഓണത്തിന് മുൻപുള്ള ഞായറാഴ്ച എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലുള്ള 4 കല്യാണ മണ്ഡപങ്ങളിലാണ് വിവാഹങ്ങൾ നടക്കുക. തിരക്കുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മണ്ഡപവും ക്ഷേത്രത്തിലുണ്ട്. സൈബർ തട്ടിപ്പിൽ ഡോക്ടർക്ക് 4,08,00,000 രൂപ നഷ്ടമായി. ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്നും കോവിഡിന് ശേഷം ജോലി നഷ്ടമായെന്നും സാമ്പത്തികമായി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പണം തട്ടിയത്. രാജസ്ഥാൻ ദുർഗാപൂർ സ്വദേശിയായ ഡോക്ടർ 20 വർഷമായി കോഴിക്കോട് സ്ഥിര താമസക്കാരനാണ്. രാജസ്ഥാനിലെ ദുർഗാപൂർ സ്വദേശി അമിത് എന്ന പേരിലാണ് സംഘത്തിലുള്ളയാള് ഡോക്ടറെ ഫോണിൽ പരിചയപ്പെടുന്നത്. വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടറുടെ പരാതി. ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ്. QR കോഡ് അയച്ച് നൽകിയാണ് സംഘം തുക കൈക്കലാക്കിയിരുന്നത്. ഏകദേശം 200ഓളം ട്രാൻസാക്ഷനുകളാണ് ഇരുവരും തമ്മിൽ നടന്നത്. ഒടുവിൽ ഡോക്ടറുടെ മകൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘമാണെന്ന് അറിഞ്ഞത്. തുടർന്ന് സൈബർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യുണീക് നമ്പർ നൽകി വിവിധ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും. രജിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം തൊഴിൽ ദാതാവിന് നിക്ഷിപ്തമാക്കും. വഴിയോരങ്ങളിലും മറ്റും തൊഴിൽ തേടുന്നവരുടെ രജിസ്ട്രേഷന് തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമസ്ഥന് നിക്ഷിപ്തമാക്കും. ജോലി നിന്ന് താമസ സ്ഥലത്ത് നിന്നോ വിട്ടുപോകുന്ന പക്ഷം തൊഴിൽ ദാതാവ് അല്ലെങ്കിൽ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമസ്ഥന് തന്റെ രജിസ്ട്രേഷൻ അക്കൗണ്ടിൽ നിന്നും ഇവരെ ഒഴിവാക്കണം. പുതിയ സ്ഥലത്ത് ജോലിക്കോ താമസത്തിനോ ചെല്ലുമ്പോൾ തൊഴിലാളിയുടെ യുണീക് നമ്പർ ഉപയോഗിച്ച് പുതിയ ഉടമയുടെ കീഴിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. തൊഴിൽ ദാതാവ്, ലേബർ കോൺട്രാക്ടർമാർ, അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾ എന്നിവർ ലേബർ ഓഫീസിൽ തങ്ങളുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ഐഡിയും
പാസ്വേഡും കരസ്ഥമാക്കണം. ഇവ ഉപയോഗിച്ച് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന, താമസിപ്പിക്കുന്ന അതിഥി തൊഴിലാളികളെ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. തൊഴിൽ, വ്യവസായ, തദ്ദേശ സ്വയംഭരണ, പോലീസ് വകുപ്പുകൾ നിർവഹിക്കേണ്ട ചുമതലകളും നടപടികളും സംബന്ധിച്ച് വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കുന്നതിന് തൊഴിൽ വകുപ്പിനെ ചുമതലപ്പെടുത്തും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ കോർഡിനേഷൻ സമിതികൾ രൂപീകരിക്കും. ഓരോ വകുപ്പിലും നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ലേബർ കോൺട്രാക്ടർമാർ, സ്ഥാപന ഉടമകൾ, താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾ എന്നിവർക്ക് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നതോ താമസിക്കുന്നതോ ആയ അതിഥി തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും നടത്തും. 1979 രൂപീകരിച്ച നിയമമാണ് നിലവിലുള്ളത്. പുതിയ തൊഴിൽ സാഹചര്യത്തിനനുസരിച്ച് രജിസ്ട്രേഷൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ആവശ്യമെങ്കിൽ നിയമത്തിൽ താൽക്കാലികമായ മാറ്റങ്ങൾ വരുത്തി ഭേദഗതി ചെയ്യും.